ചിറാപ്പൂഞ്ചിയിൽ നിന്നുള്ള അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് നോങ്ക്രിയാട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് സിംഗിൾ റൂട്ട് ബ്രിഡ്ജ്, അതുപോലെ ഡബിൾ ഡക്കർ ബ്രിഡ്ജ്, പിന്നെ റെയിൻബോ ഫാൾസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പൊ ചിറാപ്പൂഞ്ചിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരം പോകാനുണ്ട് അവിടേക്ക്. അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ചിറാപ്പൂഞ്ചിയാണിത്. ഇത് മഴയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പുല്ലുകളൊക്കെ ഉണങ്ങി കിടക്കുന്നത്. മഴ ഉണ്ടാകുമ്പോൾ ഇവിടെ പച്ചപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി സീനറി ആവും. പക്ഷെ ഇപ്പോ കാലാവസ്ഥ വേനലായത് കൊണ്ട് ഇങ്ങനത്തെ കാഴ്ചകളെ കാണാൻ കഴിയുള്ളൂ. ഈ റോഡ് കണ്ടില്ലേ, പിന്നെ ഒരു കട്ടിങ്ങിന്റെ ഉള്ളിൽ കൂടെ ഉണ്ടത് പോണത്. ഒരു ഭീകരത തോന്നുന്ന ഒരു റോഡ്. സ്ഥലം കണ്ടില്ലേ, ഭയങ്കര വലിയൊരു പാറ കേട്ടോ. ഈ കട്ടിങ്ങിന്റെ ഇടയിൽ കൂടെയാണ് ഈ റോഡ് വരുന്നത്. ഞാൻ അതവിടെ വണ്ടി നിർത്തി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ പോണം താഴത്തേക്ക്, ലിവിങ് റൂട്ട് ബ്രിഡ്ജിന്റെ അങ്ങോട്ട്. പിന്നെ താഴത്ത് ഫുള്ള് ഇങ്ങനെ വളഞ്ഞു പോവുകയാണ് റോഡ്. നല്ല കാടാട്ടോ ഇവിടെ. ഈ റോഡിൽ കണ്ടില്ലേ വലിയൊരു പാറ. ഇതിന്റെ ഉള്ളിൽ കൂടെ ഉണ്ട് ഈ റോഡ് വരുന്നത്. ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. എങ്ങനെ ഇപ്പൊ ഇതിങ്ങനെ സംഭവിച്ചത്? മിക്കവാറും ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാവാനാണ് സാധ്യത. ഇതാ ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ്, യുണീക്ക് ഇൻ ദ വേൾഡ്. ഇതൊരു സംഭവം കേട്ടോ. ഒരു പാറ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കണതേ. ഈ റോഡ് ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കുറച്ച് മോശം റോഡാട്ടോ. പൊതുവെ മേഘാലയ നല്ല റോഡ് തന്നെയാണ്. ഇപ്പം ഈ ഡബിൾ ഡക്കറിന്റെ അവിടേക്ക് ഇങ്ങനെ പോണ ഒരു റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു സൈഡ് ഫുള്ള് പാറ കേട്ടോ, മറ്റേ സൈഡ് ഭയങ്കര കൊക്കയും കണ്ടില്ലേ. ഭയങ്കര മലകളാണ് ഇവിടെ ഒക്കെ, വലിയ വലിയ മലകൾ. നല്ല രസാട്ടോ കാണാൻ മല. ഈ ഒരു ഭാഗത്തേക്ക് നല്ല രസമാണ് മലകളെ കാണാൻ. അവിടെ ഒരു ചെറിയ അവിടെ ടൗണ് കാണുന്നുണ്ടോ. കുറെ വീടുകളും ടൗണൊക്കെ അവിടെ കാണുന്നുണ്ട്. ഡബിൾ ഡക്കർ ബ്രിഡ്ജിന്റെ അവിടെ ഉള്ള ഒരു ചെറിയൊരു അങ്ങാടി ഉണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ്. ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ കണ്ടില്ലേ. ഒക്കെ ചെറിയ ചെറിയ വീടുകളാട്ടോ. ആ റോഡിനാണ് പോവുക. ഇവിടുത്തെ ഒരു ടാക്സി സ്റ്റാൻഡ് ആട്ടത്. ജീപ്പ്, കാറ്, പിന്നെ ഇവിടെ മൊത്തത്തിൽ ഈ അൾട്ടോ കാറുകളാണ്. മാരുതി 800, അതേമാതിരി അൾട്ടോ 800, ഇതൊക്കെയാണ് ഇവിടുത്തെ ടാക്സികളായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ചെറിയ റോഡുകളായതുകൊണ്ട് ഈ തരം വാഹനങ്ങളാണ് ഇവിടെയൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ ഇവിടുത്തെ ചെറിയൊരു ഹോട്ടലാട്ടോ. ഞാൻ ഇവിടുന്നാണ് ഭക്ഷണം കഴിക്കാൻ പോട്ടെ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ സമയം 10 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ. എന്തൊക്കെയാണ് ഉള്ളത് നോക്കട്ടെ ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു അമ്മ പിന്നെ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പൂരി ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഇതാ ഇവിടെയാണ് ഇത് ഉണ്ടാക്കണത്. ആട് ഇതല്ലേ പൂരി അവിടെ ഇങ്ങനെ തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് വരെ കിച്ചന്. കിച്ചണിലുള്ള ആളുകളുണ്ടല്ലേ, ഒക്കെ മുഖം പൊത്തി നിൽക്കാണ്. അപ്പൊ പൂരിയും കടലയും അതിന് 30 രൂപയെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിക്കട്ടെ. ജാം. ഓ, ഇൻ വിച്ച് ക്ലാസ് യു സ്റ്റഡിങ്? 5. ടുഡേ നോ സ്കൂൾ? Sorry? Lumsopi. No school today? Today no school? Why? Noons. Okay. Morning no school? Morning no school?
പൂരി, ചായ, കടല അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കട്ടെ. നല്ലതാണ്, രസമുണ്ട്. ചായയും പൂരിയും കടലും കൂടി കഴിച്ചാൽ 30 രൂപയായിട്ടുള്ളൂ. ഇറ്റലിന്ന് വന്ന ഒരു കപ്പിൾസ് ആട്ടോ. ഹലോ ബ്രദർ, ഹൗ ആർ യു? Hello, good. യു ആർ ഫ്രം ഇറ്റലി? Yes, no, don't start with video. Wait. യുവർ നെയിം? Nicolino, but wait. ഓക്കെ. പാർക്കിങ്ങിന് 50 രൂപ കേട്ടോ, ബൈക്ക് പാർക്കിങ്ങിന്. പാർക്കിംഗ് ഏരിയ ആണ് ഇത്. കുറെ വണ്ടികളുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ഈ റൂട്ട് ബ്രിഡ്ജ് പറഞ്ഞാല്. മേഘാലയ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് സംഭവങ്ങൾ. വെൽക്കം ടു ടയർന എലാക്ക ടൂറിസം. അപ്പോൾ ഇവിടുന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ. ഫസ്റ്റ് ഇതാ മുകളിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഒരുപാട് വീടുകളുണ്ട്. കുട്ടികളൊക്കെ കളിക്കുകയാണല്ലോ. ഇവർക്കൊന്നും സ്കൂളില്ല ഇന്ന്. ചർച്ചാണ്. ഇവിടെ സ്റ്റെപ്പുകളാണ്. രണ്ട് പയ്യന്മാർ സിമെൻറ്റും ചാക്ക് കയറ്റിയാണ് താഴത്തേക്ക് പോണത്. നല്ല വെയിറ്റുള്ള സാധനമല്ല സിമെൻറ്റും ചാക്ക്. ഇതും കൊണ്ട് താഴത്തേക്ക് ഇങ്ങനെയൊക്കെ അല്ലാതെ വേറെ മാർഗ്ഗങ്ങളില്ല ഇവിടുന്ന് അടിയിലേക്ക് എത്തിക്കാനായിട്ട്. ആ വഴിയിൽ നിന്ന് അങ്ങോട്ട് വലത്ത് ഭാഗത്തേക്കൊരു വഴി ഉണ്ട് കേട്ടോ. അവിടുന്ന് ആ ഡബിൾ ഡക്കർ അങ്ങോട്ടാണ്, സിംഗിൾ ഇങ്ങോട്ടും. സിംഗിളിൽ പോകേണ്ട വഴിയാണിത്. 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇതൊന്ന് പോട്ടെ, സിംഗിൾ. എന്നിട്ട് കാണാം പിന്നെ വലുത്. ഇറങ്ങി വരുമ്പോൾ നല്ല സുഖമാണ്. നല്ല സുഖം എന്ന് പറഞ്ഞാൽ നല്ല കുത്തനുള്ള ഇറക്കാണ്. കാലിന് ചെറിയൊരു വിറയലൊക്കെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോഴാവും കുറച്ച് ബുദ്ധിമുട്ട്. കുറച്ചും ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. വഴി 2ആയി പിരിയുണ്ട്. ഇങ്ങോട്ട് വലത്ത് ഭാഗത്തേക്കാണ് ഇവിടുന്ന് പോകാനുള്ളത്. ഇവിടെ 30 റുപ്യ കേട്ടോ ടിക്കറ്റ്. വലിയവർക്ക്, കുട്ടികൾക്ക് 10, ക്യാമറയ്ക്ക് 20, അങ്ങനെയൊക്കെയാണ്. എല്ലായിടത്തും ടിക്കറ്റ് ഉണ്ട്. ഡബിൾ ഡക്കറിന് 50 റുപ്യെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടിക്കറ്റ് ഉണ്ട് മൊത്തത്തിൽ ഇവിടെയൊക്കെ. അങ്ങനെ നമ്മൾ സിംഗിൾ റൂട്ട് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ക്യൂ ആണല്ലോ. നല്ല ക്യൂ ആണ് കേട്ടോ. ഇവിടെ ഫുള്ള് ക്യൂ ആട്ടോ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ താഴത്തേക്കൊന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് അവിടെ നിന്നുള്ള എടുത്തിട്ടതിന് ശേഷം ഇങ്ങോട്ട് വരാം. ഇവിടെ കണ്ടമാനം ആൾക്കാരാട്ടോ. ഞാൻ പോയ സ്ഥലങ്ങളിലൊന്നും ഇത്ര അധികം ആളുണ്ടായില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആളുകളാണ്. ഇവിടെ 2 ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊന്നും കൂടി ഉണ്ട്. ഇതാ അപ്പുറത്ത് വേറൊന്നും കൂടി ഉണ്ട്. ഇപ്പം റൂട്ട് ബ്രിഡ്ജ് കണ്ടില്ലേ? ഇത് ഇവിടുത്തെ ഈ ട്രൈബൽസ് ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ. വേരുകൾ ഈ ഒരു ആൽമരത്തിൻ്റെ, അത്തിമരത്തിൻ്റെ ഒക്കെ മാതിരിയുള്ള ഒരു ടൈപ്പ് മരമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ വർഷങ്ങളായിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇതിൽ നിലവിൽ വെള്ളമല്ല, വെള്ളം തീരല്ല, മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളമല്ല. ഇപ്പുറത്തും അതുപോലെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഒരു സംഭവം തന്നെ കേട്ടത്. കോൺക്രീറ്റ് കൊണ്ടും അതുപോലെ മുള മരം കൊണ്ടൊക്കെ പല പാലങ്ങളുണ്ട്, ഇരുമ്പ് കൊണ്ടൊക്കെ. പക്ഷേ ഈ വേരുകൾ കൊണ്ടൊക്കെ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാലേ അതൊരു സംഭവം തന്നെയാണ്. ഒരുപാട് വർഷങ്ങളോളം മെനക്കെട്ടിട്ടാണല്ലോ ഇതുപോലത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കോൺക്രീറ്റോ ഇരുമ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. പക്ഷെ ഇതൊരു സംഭവം തന്നെയാണ്. വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. പക്ഷെ ഇപ്പോൾ വെള്ളം കുറവാണ്. പാറൊക്കെ മിനുസായിട്ടുണ്ട്. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വന്നിങ്ങനെ ഇരുന്നിട്ടൊക്കെ പാറൊക്കെ മിനുസം വന്നിട്ട്. വലിയ വലിയ പാറകളാണ് ഇവിടുന്നൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേരുണ്ടല്ലോ, ഒരു വലിയൊരു ഒറ്റ വേരാണ് മെയിനായിട്ട് ഇങ്ങനെ പോയിട്ടുള്ളത്. പിന്നെ അതിനെ താങ്ങി നിർത്താനായിട്ട് ചെറിയ ചെറിയ വേരുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയ രീതിയിൽ ഇങ്ങനെ ചെറിയ വേരുകളും. അങ്ങനെ മൊത്തത്തിൽ നല്ല രീതിയിൽ സെറ്റപ്പാണ് ഈ പാലം.
അപ്പോൾ പാലത്തിൽ കയറാൻ പോവുകയാണ്. ഇപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരുപാട് ആൾക്കാരായിരുന്നു. ഇവിടെ കുറേ മരം കൊണ്ടൊക്കെ ഉണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും ഈ വേരിൻ്റെ ഒരു സംഭവം തന്നെ കേട്ടോ, ഭയങ്കര സംഭവം തന്നെയാണിത്. പാലം 50 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ 1.5 മീറ്റർ വീതിയും അവിടുന്ന് ഓരോരുത്തർ നോക്കുന്നുണ്ട്. എന്താണോ സെറ്റപ്പാണ് ഈ പാലം. ഓരോരുത്തരെ ഓക്കെ ആ ഓരോരുത്തരൊരു കരകൗശല വിദ്യകളാണ് ഇതൊക്കെ. ഇത് കാസി ട്രൈബ്സാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഫുള്ള് മേഘാലയയിൽ ട്രൈബൽസ് ആണല്ലോ, അപ്പോൾ അവരൊരു കരകൗശല വിദ്യകളാണ് ഇതൊക്കെ. ഇത് വിദേശ രാജ്യങ്ങളിൽ എവിടെയൊക്കെ ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനങ്ങനെ പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരക്കൊന്നുമില്ല. ഒരു സമയത്ത് ഒരാളോ രണ്ടാളൊക്കെ ഇതിൽ പോകാൻ പറ്റുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആടുന്നുണ്ട് കേട്ടോ പാലം, ആടുന്നുണ്ട്. ഈ മരം ഉള്ളിടത്തോളം കാലം, കേട് വരാത്തോളം കാലം ഇതിങ്ങനെ ഉണ്ടാവും. മരം ഒരുപാട് വർഷം നിൽക്കുന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് അത്തിമരാ തോന്നുന്നു, അത്തിയോ ആലോ അങ്ങനെ എന്തോ ഒരു ടൈപ്പ്. ആലല്ല, അത്തിമരാണ്. എന്താ സംഭവം കേട്ടോ. ഇത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടേ. നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തിമരാണ്. രണ്ട് സൈഡിലും ആൾക്കാർ അങ്ങോട്ടും കൊണ്ട് ചാടാതെക്കാനേ നല്ല സെറ്റപ്പിലാണ് ഇതിൻ്റെ പണികളൊക്കെ ചെയ്തിട്ടുള്ളത്. താഴെ നല്ലൊരു പിന്നെ നല്ല കട്ടിയും കനമുള്ള വേരാണ്. സൈഡിൽ കൂടെ ഒക്കെ പിന്നെ അധികം അത്യാവശ്യം നല്ല വേര് തന്നെ കേട്ടോ രണ്ട് സൈഡിലുള്ളത്. പിന്നെ ചെറിയ ചെറിയ വേരുകൾ അങ്ങനെ താങ്ങി നിർത്തുന്ന നല്ല സെറ്റപ്പ് തന്നെയാണിത്. ഇതൊക്കെ ചുറ്റി ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. എന്തായാലും നല്ലൊരു പണി ഇതിന് വന്നിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ ബ്രിഡ്ജ്, 2 ബ്രിഡ്ജും ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് സമയം കളയണില്ല. മറ്റേ ബ്രിഡ്ജുണ്ട്, ഡബിൾ ഡക്കർ, അവിടെ പോട്ടെ. ഇവിടുന്ന് എല്ലാവരും പോയി. ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച കേട്ടോ. അപ്പുറത്തുള്ള പാലം അവിടെ കാണാം, ഇതാ താഴെ. പിന്നെ ഇതാ പുഴ അവിടെ നിന്നാണ് വരുന്നത്. അവിടുന്ന് ഇങ്ങനെ വരികയാണ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റേ പാലത്തേക്ക് പോട്ടെ. നല്ല ആട്ടാടുന്നുണ്ട്. ആടുന്നുണ്ട്. ഇതൊരേ സമയത്ത് 2 ആൾ കൂടുതൽ പോകാൻ പറ്റില്ല എന്ന് അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നാലേ താഴത്തുണ്ടാവും. ഇതിൻ്റെ പണി ഏതായാലും ഗംഭീര പണിയാണ്. വേരുകൾ കണ്ടില്ലേ, മുളകളൊക്കെ വെച്ച് ചുറ്റി കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. എന്താ അത് കണ്ടില്ലേ, ലോക്ക് ചെയ്ത പോലെയാണ് ഇവിടെയൊക്കെ. ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാ. താഴത്തുനിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് അതിലാണ് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരിക. എൻട്രി പോയിന്റ് തട്ടാ അവിടെയാണ്, ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അവിടെയാണ്. എന്നിട്ട് അവിടുന്ന് ഇത് അപ്പുറത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും വഴി, വേ ടു ഡബിൾ ബ്രിഡ്ജ്. അതുകൊണ്ട് ഇനി സുഖമാണ്, ഇതിലങ്ങനെ പോയാൽ മതി. മറ്റിങ്ങനെ ചോദിക്കാൻ നിൽക്കണം ഓരോരുത്തരോട്. അങ്ങനത്തെ ഒരു ക്ഷീണോ കാര്യങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. അവിടുന്ന് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ കാലിന് ചെറിയൊരിതുണ്ട്, കാരണം അത്രയും കുത്തനുള്ളൊരു ഇറക്കാണ്, സ്റ്റെപ്പായതുകൊണ്ട്. ഇനി കയറുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. വരുന്ന വഴിക്കിലൊക്കെ ഓരോ കടകളുണ്ടോ. ഇതാ ഫ്രഷ് ലോക്കൽ ലെമൺ ജ്യൂസ് എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. കടകളൊക്കെ ഉണ്ട്. അപ്പോൾ വിശപ്പുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാം. എൻ്റെ കയ്യിൽ പിന്നെ ബിസ്ക്കറ്റ്, വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഓരോ വീടുകളാണ് കേട്ടോ അതൊക്കെ. ചെറിയ വീടുകളൊക്കെ കണ്ടില്ലേ. മഴക്കാലത്തൊക്കെ ഭയങ്കര മഴയും നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആവും ഇവിടെ, ഈ മലയോര മേഖലയൊക്കെ ആയതുകൊണ്ട്. ചില വീടുകൾ തൂണിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മഴക്കാലത്തൊക്കെ മഴവെള്ളം ഒന്നായിട്ട് കുത്തിയൊലിച്ച് വരുമ്പോഴേ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തൂണിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകുക ഉണ്ടല്ലേ. ചില ഇവിടെയൊക്കെ തൂണിലാണ്.
ഇവിടെ ഒരു വീട് പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് സാധനങ്ങളൊക്കെ എത്തിക്കണമെങ്കിലേ നല്ല ബുദ്ധിമുട്ടാവും. ഒക്കെ ഇങ്ങോട്ട് ഏറ്റി കൊണ്ടുവരണം. അതാണ് ഇവിടുത്തെ റിസ്ക്. ഇവിടെ കടകളുണ്ട്, അടച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് താഴത്തേക്ക് പോയി നോക്കട്ടെ. ഇവരൊരു ഉൾപ്രദേശത്താണ് ജീവിക്കുന്നതെങ്കിലും ഇന്ത്യൻ്റെ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്തുള്ള പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ആളുകൾ വരും. അപ്പോൾ ഇവരൊരു ഉൾപ്രദേശത്താണെങ്കിലും ഇവർക്ക് പല ആളുകളെയും മീറ്റ് ചെയ്യാം. പക്ഷെ ഇവരങ്ങനെ ആളുകളായിട്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആകണതൊന്നുമല്ല കേട്ടോ. അവരവരെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. നല്ല കാടാട്ടോ, നല്ല തിക്കായിട്ടുള്ള കാടാണ്. അതില്ലേ ഒരു മനുഷ്യന്മാരില്ല, ഒക്കെ പോയിട്ടുണ്ട്. അവിടുന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ആ റൂട്ട് ബ്രിഡ്ജിൻ്റെ അവിടുന്ന് അപ്പോൾ ഒക്കെ പോയിട്ടുണ്ട്. 3500 സ്റ്റെപ്പാണ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇതിന്. അതിപ്പോൾ ഇറങ്ങും വേണം കയറും വേണം. ഇതെന്താ ഓടല്ല മറ്റേത് ചൂരലിൻ്റെ അതാട്ടത്. ചൂരല് കൊട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു സംഭവം ഇതിൻ്റെ ഈ സൈഡിൽ ഒരുപാടുണ്ട്. ഈ വലത്ത് ഭാഗത്ത് കാണുന്ന കാട് ഫുള്ള് ചൂരല, ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ കാടൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് സൈഡൊക്കെ. സ്റ്റെപ്പുകൾ പിന്നെ അതുവരെ ഉണ്ട് കേട്ടോ, ഉണ്ടാവും, പോണുള്ളൂ. ഇപ്പം ഇതുവരെ പോയിടത്തോളം സ്റ്റെപ്പുകളൊക്കെ ശരിക്കും ഉണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് ശരിക്കും അങ്ങോട്ട് പോവാം. അല്ലെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും ഈ കല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകാനായിട്ട്. ടിക്കറ്റിന് പൈസ മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല, മര്യാദയ്ക്ക് വഴിയുണ്ടല്ലോ. സംഗതി എത്തിയിട്ടുണ്ട് കേട്ടോ. താഴെ കാണുന്നുണ്ട്, ബ്രിഡ്ജ് കാണുന്നുണ്ട്, അവിടെ കുറേ ആൾക്കാരും ഉണ്ട്. വലിയൊരു പാറുണ്ട് കേട്ടോ ഇവിടെ. മഴയൊക്കെ പെയ്താലേ ഇതിൻ്റെ സൈഡിൽ നിന്നാൽ മഴ ഉള്ളൂല. സംഗതി അതല്ല, അതൊരു ഇരുമ്പ് പാലാണ്. ഞാൻ അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കണുണ്ടപ്പോൾ അതാണ് വിചാരിച്ചു. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കണുണ്ടപ്പോൾ ഞാനിവിടെ എത്തി വിചാരിച്ചു. അപ്പോൾ എത്തിയിട്ടൊന്നുമില്ല, അവിടെ അവർ റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടുത്തെ വെള്ളം കണ്ടില്ല, എന്താ തെളിഞ്ഞ വെള്ളം കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയുന്ന സംഭവം അതാ ഇത് തന്നെയാണ്. ഭയങ്കര തെളിഞ്ഞ വെള്ളമാണ്. അടിയിലുള്ള കല്ലുകളൊക്കെ കാണുന്നുണ്ടല്ലേ, എന്താ തെളിഞ്ഞ വെള്ളം. ഒരു ഇരുമ്പ് പാലുണ്ട് കേട്ടോ, പക്ഷെ ഇത് ക്ലോസ് ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അത് കേട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽക്കൂടെ വരാൻ പറ്റില്ല. പുഴയിൽ കൂടെ അങ്ങനെ ഇറങ്ങിയിട്ട് വേണം ഇങ്ങനെ കയറി വരാൻ. വീണ്ടും ഒരു ഇരുമ്പ് പാലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. വാവ്, സൂപ്പറാണല്ലോ പാലം. ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ചെറിയൊരു ഇളക്കൊക്കെ ഉണ്ട്. ചെറിയ ഇളക്കല്ല കേട്ടോ, നല്ല ഇളക്കുണ്ട്. ആരോ ആട്ടുകയാണിത്, ആരോ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നല്ല ഇളക്കുണ്ട്. ഹലോ ഹലോ, യുവർ നെയിം? സാറ. നൈസ്. പാറക്കെട്ട് കൂടെ മഴക്കാലത്ത് വെള്ളം വരുന്നങ്ങനെ ആലോചിച്ചാലേ ഭയങ്കര സൗണ്ടും ആകെപ്പാടൊരു വെള്ളക്ക് മറിഞ്ഞിട്ട് ഇങ്ങനെ വരുവും വെള്ളമൊക്കെ. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. അവിടെ താഴെ കാണുന്നത് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. കോടയൊക്കെ മൂടിക്കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. റോട്ടിൽ കൂടെ വരുമ്പോൾ തന്നെ കോട മൂടിയിട്ട് കണ്ണ് കാണില്ല. പിന്നെ ഈ മലയാവുകൊണ്ടേ കോടയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല, പെട്ടുപോകും. അതിലേക്ക് നോക്കിയാൽ കണ്ടില്ല വെള്ളത്തിൻ്റെ ഒരു കളറ്, നീല കളറ്. എന്താ തെളിഞ്ഞ വെള്ളം നോ. അപാര ഇതാണ് കേട്ടോ വെള്ളം, ടോപ്പാണ്. ഈ പാറേൻ്റെ മുകളിൽ ഇതാ ഒരു വീട്. ഇവിടെയൊക്കെ രസമാവും കേട്ടോ സംഭവം. ഈ വീട്ടിൻ്റെ ഇവിടെയൊക്കെ താമസിക്കാനേ നല്ല ഒരു പുഴയും വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ജീവിക്കാൻ ഭയങ്കര രസമാവും. ഈ വീട് തൂണിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നിർത്തിയിട്ടുള്ളത്. കാരണം കറക്റ്റായിട്ട് ലെവൽ കിട്ടണമെങ്കിൽ തൂണൊക്കെ ഉണ്ടാക്കേണ്ടി വരും. വീട് രസമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കച്ചവടം ഉണ്ട്. ലേസിൻ്റെ പാക്കറ്റൊക്കെ തൂക്കിയിട്ട് കണ്ടില്ലേ. പിന്നെ ബാക്കിൽ കണ്ടില്ല നല്ല മല, അതാ വെള്ളച്ചാട്ടം. സംഭവം രസമാണ്, കിടിലനാണ്. കയറ്റം കണ്ടിട്ട് പേടിയാവുണ്ട് കേട്ടോ. കുത്തനുള്ള കയറ്റാണ്. ഇതൊക്കെ പാടെ കയറി പോകണല്ലോ. ഇപ്പം
50 രൂപയാണ് കേട്ടോ ഇവിടെ ടിക്കറ്റ്. രണ്ടും റെയിൻബോ ഫാൾസും കാണാം, അതേമാതിരി ഡബിൾ ഡക്കറും കാണാം. ഇവിടുന്ന് ഇറങ്ങി വരുന്നോടെ തന്നെ കേട്ടോ ഡബിൾ ഡക്കർ. ഞാൻ കുറേ ദൂരം ഉണ്ട് വിചാരിച്ചു, അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഇതാ. ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ വെള്ളത്തിൽ ചാടാനും ഒക്കെ. മുകളിലും താഴെയായിട്ട് ബ്രിഡ്ജ് ഉണ്ട്. മുമ്പ് കണ്ട പോലെ തന്നെ വേര് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിയിൽ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. മീനൊക്കെ ഉണ്ടല്ലോ അതിൽ. മീൻ വളർത്തുന്ന മീനാണാവോ, അതിന് നിലവിൽ വളരേണ്ടതാണാവോ. ഓരോരുത്തർ ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ടല്ലോ. ഇതേതായാലും കിട്ടില്ല തന്നെ കേട്ടോ. 2 ബ്രിഡ്ജ് മുകളിലും താഴെയായിട്ടേ സെറ്റപ്പാണ്. ഇതൊരു റബ്ബർ ട്രീ ആണെന്നാണ് കേട്ടോ ഇവിടുന്ന് ഒരാൾ പറഞ്ഞിട്ടുള്ളത്, ഒരു ഗൈഡ് പറഞ്ഞത്. പിന്നെ റബ്ബർ എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ റബ്ബറല്ല, ഇത് വേറൊരു സ്പീസീസ് ആണെന്ന് അറിഞ്ഞത്. റബ്ബറിൻ്റെ വേറൊരു വകഭേദം. അപ്പോൾ അതിൻ്റെ വേരാണ് ഇങ്ങനെ പിരിച്ച് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. മീൻ എത്രങ്ങാനും മീനാണോ, ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ. ഇത് മിക്കവാറും വളർത്തുന്നതാവാനാണ് സാധ്യത. ഒരേ ടൈപ്പ് മീനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ പിടിച്ച് കൊണ്ടുപോകും. എന്തായാലും ഇത് വളർത്തുന്നത് തന്നെ ആവും. ഇഷ്ടം പോലെ ഉണ്ട്, അതിലൊക്കെ ഉണ്ട്. ഇവിടെ എത്തിയിട്ട് വിശപ്പുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു കട ഉണ്ട്. മാഗിയും അതുപോലെ ബിസ്ക്കറ്റ്, ചായ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. അപ്പോൾ വിശന്ന് നടക്കൊന്നും വേണ്ട. അപ്പോൾ ഡബിൾ ഡക്കർ ബ്രിഡ്ജ്, അതുപോലെ കുളം, മീന്, ഈ കാഴ്ചകളൊക്കെയാണിത്. അപ്പോൾ ഇവിടുന്ന് റെയിൻബോ ഫാൾസ് ഉണ്ട്, അവിടെയും കൂടി പോട്ടെ. 1 മണിക്കൂറുണ്ട് എന്നാണ് പറഞ്ഞത്. സമയം കളയണില്ല. സൂപ്പർ ഡബിൾ ഡക്കർ. സംഗതി ഇത് ത്രിബിൾ ഡക്കർ ആക്കാനുള്ള പരിപാടി കേട്ടോ. അതാ മുകളിലൊന്ന്, നടുക്കൊന്ന്, താഴെ ഒന്ന്. അപ്പോൾ ഒരു ത്രിബിൾ ഡക്കർ എന്ന് പറയുവാണെങ്കിൽ ഇതിനെ. കുട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുത്തു, അതോടുകൂടി കുടുങ്ങി. അത് പിന്നാലെ കൂടി. ഇപ്പോൾ ഒരു 100 മീറ്ററിൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. കുറച്ച് ദൂരം വന്നു, ഒരു 30 മിനിറ്റും കൂടി നടക്കാണ്ടെന്ന് അറിഞ്ഞത്. അവിടുന്ന് ഇപ്പോൾ തിരിച്ചു പോയ കുറച്ച് ആൾക്കാർ. അപ്പോൾ വേഗം പോട്ടെ, അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഇരുട്ടാവും. ഇവിടെയൊക്കെ പെട്ടെന്ന് ഇരുട്ടാവും, അതാണ് ഇവിടുത്തെ പ്രശ്നം. ആൾക്കാരൊക്കെ പോയി മടങ്ങി വരികയാണ്. ഇവിടെയും ചായ, അതുപോലെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം കേട്ടോ. അവിടെ ഇരുന്നിട്ടൊക്കെ കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഈ പാറേൻ്റെ ചോട്ടിൽ കൂടെ വേണ്ടിട്ട് പോവാൻ. പാറ നല്ല അടിപൊളി പാറയാണ്. ഇതുപോലത്തെ ഒരു പാറ അവിടെയും കണ്ടു. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഒരു വീടിൻ്റെ സെറ്റപ്പാണ് ഇവിടെ. ഇവിടെ വേണമെങ്കിൽ രാത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിൽക്കുകയും ചെയ്യാം. പിന്നെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഇതിൻ്റെ ചുവട്ടിൽ ടെൻറ്റ് അടിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുക്ക് ചെയ്യാനൊക്കെ പറ്റും. നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് വരുന്ന വേണ്ട. കോൾ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ നെറ്റ് ഉപയോഗിച്ച് കണ്ട് എന്തെങ്കിലുമൊക്കെ നോക്കാനൊന്നും പറ്റൂല. നല്ല കാടാണ്. മഴക്കാലത്തൊക്കെ ആണെങ്കിലാണ് ഗംഭീര കാടാവും. വീണ്ടും ഒരു ബ്രിഡ്ജ് എത്തിയിരിക്കുകയാണ്. ഈ ബ്രിഡ്ജ് കൂടെ വേണം പോവാൻ. ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ട്. കാണാൻ ടോപ്പാണ്. ആടും ആവോ, ചെറുതായിട്ടൊക്കെ ആടുന്നുണ്ട്. ചെറിയൊരു ആട്ടം ഇല്ലായിക ഇല്ല, എന്നാലും കുഴപ്പമില്ല. വെള്ളമാണ് കേട്ടോ, ഒരു രസമില്ല. അത്രയും തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ. നീല കളർ. അടിഭാഗം അങ്ങനെ കാണും. അടിക്ക് നോക്കിയാലേ അത്രയും തെളിഞ്ഞ വെള്ളമാണ്. മീനൊന്നുമില്ല. അടിക്ക് ഇങ്ങനെ നോക്കിയാൽ കാണണ്ടല്ലേ, നല്ല തെളിഞ്ഞ വെള്ളം. സ്ഥലമൊക്കെ ഒരു രസമില്ല കേട്ടോ. അടിപൊളി സ്ഥലം. പക്ഷെ ചെറിയൊരു മഴ ഉണ്ടെങ്കിലുണ്ടല്ലോ ഗംഭീരമാവും ഇവിടെ.
മഴ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുകയല്ല, മഴക്കാലൊക്കെ ഉള്ള ടൈമിലൊക്കെ ആണെങ്കിലേ നല്ല രസമാവും. ആ ഇവിടെ ഉണ്ടല്ലോ ഒരു ബ്രിഡ്ജ്, റൂട്ട് ബ്രിഡ്ജ്. ഇതെന്താ അവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടോ? ആ അതിലല്ല, ഇതിലെയാണ് പോവുക തോന്നുന്നു. ആ ഇതിലാവും വേണമെങ്കിൽ വഴി. ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്, ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വഴി ഇതിലാവും. ചോദിക്കാനൊന്നും ഒരു മനുഷ്യന്മാരും ഇല്ല ഇവിടെ. വേരിൻ്റെ ഒരു കളിയാട്ടോ, ഫുള്ള് വേരാണ് ഇതിലെ. ഇതങ്ങോട്ട് തന്നെ അല്ലേ, ചോദിക്കാനാണെങ്കിൽ ഒരു മനുഷ്യന്മാരും ഇല്ല. ഇതിൽ തന്നെ ആവുമെന്ന് വിചാരിക്കുക. തേയിലത് പോവുക പട്ടോ. ഞാൻ ഈ വേരിൻ്റെ ഇടയിൽ കൂടെ കടന്ന് കറങ്ങുക കേട്ടോ. ഇതിലും നല്ല വഴി. ഇവിടെ വെറുതെ പോന്ന് പെട്ടിട്ടുണ്ട് ഞാൻ. ആകെ കുടുങ്ങി അറിയാലോ. ഇതിലും നല്ല വഴി ഇതല്ല കേട്ടോ. ഓരോരുത്തർ ഗൈഡിനെയും കൊണ്ട് നടക്കണ വഴി അതിലും നല്ലത്. ഇതിലൊക്കെ ആകെ ഈ വേരും കൂട്ടത്തിൽ കുടുങ്ങി. അതിൽ തന്നെ ആവും. അതിലെ പോയി നോക്കട്ടെ. പൊടുത്തം കിട്ടിട്ടോ. ഞാൻ അപ്പം ഇതിലൊന്ന് നോക്കി, അപ്പം ഇത് അടച്ചിട്ടുണ്ട്. ഇതിലല്ല. പിന്നെ അയിലൊന്ന് പോയി നോക്കി. അയിലെങ്ങനെ ഇതാ അയില് അല്ല, അപ്പം അത് അതിലാണ്. ഇതിലെ വഴിയുണ്ട് ഇങ്ങോട്ട് അടിയിക്ക്. അല്ലാതെ എങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് വഴി ഇല്ലാതെക്കൂലല്ലോ. അപ്പം ഇതിലാണ് വഴി. ഇത് അതിലെങ്ങനെ ഇറങ്ങിയാണ്ട് പുഴ കടന്നിട്ട് അപ്പുറത്ത് കൂടെ അങ്ങനെ കയറുകയാണ്. ഓരോരോ ഇടങ്ങേറുകളെ. ഇത് നോക്കുമ്പോൾ ഒക്കെ ഒരേപോലെയാണേനും എന്നത് പോവാനാണെങ്കിലും മര്യാദയ്ക്ക് വഴി കാണുന്നില്ല. ചോദിക്കാനും പറയാനാണെങ്കിൽ ഇവിടെ ആളുമില്ല. ഗൈഡൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്. പിന്നെ ആൾക്കാരൊക്കെ പോവുകയും ചെയ്തു. ഇതൊക്കെ ഇറങ്ങണമെങ്കിലുള്ളൊരു പണിയോ. ഇവിടെ പോയി കഴിഞ്ഞാലോ അടിക്കണ്ട് എത്തുകയും ചെയ്യും. ആണി അടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ. ഇതിലൊക്കെ ഇങ്ങനെ ചവിട്ടിയിട്ട് വേണം ഇറങ്ങി വരാനേ. ഓരോ കമ്പുകളൊക്കെ വെച്ചതാണ്. ഇങ്ങനെ ഇറങ്ങി പോകണം. ഇരുട്ടാവുമ്പോഴേക്ക് പോയി പോരും വേണം, അല്ലെങ്കിൽ ആകെ കുടുങ്ങും ഇവിടെ. അപ്പുറത്ത് കൂടെ ഇതിലിറങ്ങാ. ഇതിലങ്ങനെ പോട്ടെ. ഇതിലെയാണ് വഴി. എന്താ ഓരോ പാറാന്നോ. മഴ ഉണ്ടാകുമ്പോഴൊക്കെ വെള്ളമൊക്കെ ചാടി ചാടി ഇങ്ങനെ വരുമോ ഇതിലൊക്കെ. നല്ല വെള്ളച്ചാട്ടം അപ്പോൾ ആ സമയത്തൊക്കെ. ഒന്നി ഈ കണ്ടതിലൊക്കെ ഇപ്പോൾ അവിടെ കയറി പോകണല്ലോ. ഇതിലങ്ങനെ പോയിട്ട് അതാ അവിടെ അങ്ങനെ ഒരു കോണി വെച്ചിട്ടുണ്ട്. അതിലങ്ങനെ കയറിയിട്ട് അങ്ങനെ പോണഞ്ഞ്. ഇതിലാണ് കയറി വരുന്ന വഴി കണ്ടില്ലേ, കുത്തനെ കമ്പൊക്കെ വെച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ കയറി വരണം. ഇവിടെ ഒരു പൂളുണ്ട് കേട്ടോ. ആ പൂള് കണ്ടു കഴിഞ്ഞാൽ ഏത് കുളിക്കാത്ത ആളും കുളിക്കും. ഞാനത് കാട്ടിത്തരാം. അപ്പം പറയുങ്ങളെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ അവിടുത്തെ പൂളിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പൂള്. ഇതിൻ്റെ ഒരു കളറ് കണ്ടില്ലേ, എന്താ നീല കളറ് വെള്ളം. ഇങ്ങനത്തെ ഒരു വെള്ളം തന്നെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ കാണുന്നത്. ഇത്ര തെളിഞ്ഞ വെള്ളം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പല സ്ഥലത്തു കൂടെയും പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു വെള്ളം, ഇത് വെള്ളത്തിലല്ല പെയിൻറ്റ് കലക്കിയ പോലെയാണ്. അത്രയ്ക്ക് തെളിഞ്ഞ വെള്ളം, അപാര തെളിവ് കേട്ടോ. ഇങ്ങനെ ഒരു തെളിഞ്ഞ വെള്ളം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുവരെയായിട്ട്? ഞാൻ ആകെ വേർത്ത് കുളിച്ച് നിൽക്കട്ടെ. എത്രങ്ങാനും ദൂരം നടന്ന് വന്നതാണ്. നടന്ന് ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ക്ഷീണിക്ക് പറഞ്ഞാൽ വേർത്തിട്ടുണ്ട്. കാരണം കണ്ടമാനം നടന്നിട്ടേ. ഈ വെള്ളം കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു വെള്ളം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനത്തെ തെളിഞ്ഞ വെള്ളം. ഞാൻ കുളിക്കാൻ സമയമല്ല, കാരണം ഞാൻ ഒരു വാട്ടർഫാൾസ് വേറെയും കൂടി കാണാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാം ഏതായാലും കുളിയും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ വെള്ളത്തിൽ ചാടുന്നുണ്ടല്ലേ, ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടുണ്ട്. എങ്ങനെ ഇതിലൊക്കെ ചാടാതെക്കുക, കാരണം ഇങ്ങനത്തെ വെള്ളം കാണുമ്പോൾ. ഓ വെള്ളച്ചാട്ടം കുറച്ചുള്ളൂ കേട്ടോ അവിടെ. പക്ഷെ അതിന്റെ കളറാണ്, എന്ത് കളറാണിത്, വല്ല നീല കളറൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ച പോലെ ഉണ്ട്. അത്രയ്ക്കും തെളിഞ്ഞ വെള്ളം. 9:30 തുടങ്ങിയ യാത്ര കേട്ടോ. ഇപ്പോൾ 2:30 ആയി. 5 മണിക്കൂറായി ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ട്. ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങി ഇങ്ങനെ വരികയാണ്. ഫസ്റ്റ് റൂട്ട് ബ്രിഡ്ജ് പോയി.
അതിനുശേഷം പിന്നെ ഡബിൾ ഡക്കർ, അത് കഴിഞ്ഞിട്ട് പിന്നെ പൂള്, ഇപ്പം താഴത്തുനിന്ന് കണ്ട പൂള്, ഇനി ആ റെയിൻബോ ഫാൾസും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഫിനിഷായി. അപ്പോഴേക്ക് ആകെ ക്ഷീണിച്ച് ആകെ അവശനായിട്ടുണ്ട്. എന്നാലും പ്രശ്നമൊന്നുമില്ല, ഇത് എന്നൊന്നുമില്ലല്ലോ. പിന്നെ ഈ ഷർട്ട് വാങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായിട്ടോ, ഇപ്പോൾ ഫസ്റ്റ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആകെ വയർത്ത് കുളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടിയും കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ പോകണം. വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ആവും മിക്കവാറും വാട്ടർഫാൾസ്. ഇവിടെ തന്നെയാണ് കേട്ടോ, ഇവിടെ തന്നെയാണ്. ആ കാണുന്നതാണ് വാട്ടർഫാൾസ്. നല്ല വെള്ളമൊന്നുമില്ല, പക്ഷേ ഗംഭീരമാണ് കേട്ടോ. എൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കട്ടെ. റെയിൻബോ ഫാൾസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റെയിൻബോ ഒന്നുമില്ല, ഫാൾസ് സൂപ്പറാട്ടോ. കണ്ടില്ല, താഴെ നീല കളർ വെള്ളമായിട്ട് കാണാം. അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല റിസ്ക് ആട്ടോ അങ്ങോട്ട് വരാനായിട്ട്. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ഓലൊക്കെ തിരിച്ച് പോവുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഇനിയിപ്പോൾ തിരിച്ച് പോവാണ്ടാവുക, താഴത്തേക്കൊന്നുകൂടി ഇറങ്ങണം. ഫാൾസ് എങ്ങനെയുണ്ട് മക്കളെ? ഇതാണ് വാട്ടർഫാൾസ്. നീല വെള്ളം കണ്ടില്ലേ? ഇവിടുത്തെ വെള്ളത്തിനാണെന്ന് പ്രത്യേകിച്ച് പറയണ്ട കേട്ടോ, കാരണം നീല കളറ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. റെയിൻബോ വെയിലുള്ള സമയത്താണെങ്കിൽ സൂപ്പർ ആവട്ടോ, അപ്പൊ നല്ല റെയിൻബോ മഴവില്ലുണ്ടാവും. ഇപ്പോ സമയം ഒരു 3 മണിയാവാനായി, അതുകൊണ്ട് റെയിൻബോ ഒന്നുമില്ല. ഉച്ച സമയത്താണെങ്കിൽ മഴവില്ല് കാണാം പറ്റുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ റെയിൻബോ ഫാൾസിലും എത്തി. ഇനിയിപ്പോ ഇവിടുന്ന് തിരിച്ചു പോണം. സ്പ്രേ ആയിട്ടാണ് വെള്ളം അവിടുന്ന് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇനി ഇവിടെ ഒരു 10 മിനിറ്റ് കൂടി നിന്നതിന് ശേഷം ഇവിടുന്ന് തിരിച്ചു പോകണം, അല്ലെങ്കിൽ ഇരുട്ടായിട്ട് ആകെ കുടുങ്ങി പോകും. ഈ വേരൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാലേ റൂട്ട് ബ്രിഡ്ജൊന്നും പിന്നെ ഉണ്ടാവില്ല. അപ്പം നനച്ച് കൊടുക്കുകയാണിത്. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഈ വേരിനൊക്കെ ഒരു പച്ചപ്പൊക്കെ കാണാൻ കഴിയുന്നുണ്ട്.